ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത്, എല്ലാ ദിവസവും എങ്ങനെയാണെന്നല്ല, ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് ഇതൊരു സാറ്റർഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൂട്ടിനെയും വാവയും ഇനിയും ഞാനുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി റെഡി ആവണം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ കഴിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ഈ ഒരു ടൈമിലൊന്നും എഴുന്നേൽക്കാറില്ല. കാരണം ഞാൻ എഴുന്നേൽക്കുന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വാവയുടെ ടൈമിങ്ങുമായിട്ടാണ്. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് എനിക്കൊരു ടാബ്ലറ്റ് കഴിക്കണം. അത് കഴിച്ചാൽ ഹാഫ് അവർ കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ 7:20 ആയിട്ടോ. എല്ലാവരും ഉറക്കമാണ്. ഞാൻ നേരെ ബ്രഷ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അടുക്കളയിലോട്ട് ഞാൻ എത്തി നോക്കുന്നുണ്ട്. എത്തി നോക്കിയപ്പോൾ അമ്മയൊക്കെ അടുക്കളയിൽ രാവിലെ എല്ലാം റെഡിയാക്കുന്നതിൻ്റെ തിരക്കാണ്. കാരണം എല്ലാവർക്കും ഒന്ന് ജോലിക്കൊക്കെ പോകണം. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ രാവിലെ എനിക്കൊരു 8:30 എങ്കിലും ആകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഒന്ന് ഫ്രഷ് ആകാൻ പോയി കൈകാലം മുഖമൊക്കെ കഴുകി റെഡി ആവണമല്ലോ നമുക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ റെഡി ആവാൻ പോവാണ്. അതിന് മുമ്പ് അപ്പൂടിനെ ഉണർത്തുന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പൂടിനെ എഴുന്നേൽക്കേയില്ല. പോണ്ടേ 5 മിനിറ്റ് റെഡിയായിട്ട് വിളിക്കട്ടെ. അപ്പോൾ എല്ലാവരെയും ഞാൻ ഉണർത്തി വിട്ടിട്ടുണ്ട്. എന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടാണ് ചില ദിവസമല്ല മിക്കവാറും ദിവസങ്ങൾ ഞാൻ എഴുന്നേൽക്കാറ്. ഇന്നാണ് ഞാനിങ്ങനെ കട്ടിലിൽ കിടന്ന് കാണുന്നത് തന്നെ. അപ്പം കർട്ടനൊക്കെ മാറ്റി റൂമിൽ വെട്ടം കയറുന്നില്ല എന്ന് ഹസ്ബൻഡ് പരാതി പറഞ്ഞിട്ട് കർട്ടനൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റെഡിയാവാൻ തുടങ്ങി. നല്ല ലേറ്റായി. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. ഇനി ഞാൻ റെഡിയായിട്ട് വേണം എനിക്ക് അന്നക്കുട്ടിയെ ഒരുക്കണം, അപ്പുച്ചേട്ടന് കാപ്പി കൊടുക്കണം, എന്നിട്ട് വേണം ഇഞ്ഞപ്പെണ്ണുമായിട്ട് പോകാൻ. അന്നക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് റെഡിയാവാൻ പറ്റുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൂട്ടാ സ്കൂളിൽ പോകാനാലും എപ്പോഴല്ല അപ്പൂട്ടിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കിടക്കുന്ന പതിവ് അവനുണ്ട്. പിന്നെ അവനെ ഉണർത്തി പാവം മിക്കവാറും ഉണരാറാണ് എപ്പോഴും. ഇന്നെന്തോ ഭാഗ്യം അവളൊന്ന് നന്നായിട്ട് ഉറങ്ങുകയാണ്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇന്ന് കപ്പയും മുളകുമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പയും മുളകും. പണ്ട് അപ്പൂപ്പൻ്റെ കാലത്തൊക്കെ ഇങ്ങനെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോസിബിൾ അല്ലല്ലോ. അവർക്ക് കൃഷിയൊക്കെ കൂടുതലായിരിക്കുമല്ലോ. അപ്പം കപ്പയൊക്കെ അവർ വിളകളിലൊക്കെ നട്ടിട്ട് അതാണ് അവർ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. അപ്പം ഇവിടെയും കപ്പ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോയി. വേറൊന്നുമില്ല, ജസ്റ്റ് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും സൗകര്യം ഒന്നി ബാക്കിൽ കൂട്ടിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ പിന്നി ഇടണം. അപ്പോൾ ഞാൻ ഇന്ന് പിന്നിയാണ് ഇടുന്നത്. അപ്പോൾ അപ്പൂട്ടൻ ഡ്രസ്സൊക്കെ ചെയ്ത് കാപ്പി പിടിക്കാൻ വന്നിട്ടോ. തലേന്നേ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കും ആൾ. എന്നിട്ട് രാവിലെ ആൾ പോയി റെഡി ആയിക്കോളും. അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആരും പറഞ്ഞിട്ടില്ല, സ്വന്തം ഇഷ്ടം ചെയ്യുന്നതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. കൊള്ളാമോ അപ്പോൾ മരിച്ചിന് ചമ്മന്തി കൊള്ളാമോ? അടുത്ത അന്നക്കുട്ടി റെഡിയാക്കുകയാണ്. കരി എഴുതി കൊടുക്കുകയാണേ. ഉറക്കമാണ് ആൾ, ഉണർന്നിട്ടില്ല. ഉണർന്നിരുന്നാൽ സമ്മതിക്കില്ല എഴുതാൻ. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഡെയിലി അങ്ങനെ കരിയൊന്നും എഴുതാറില്ല കേട്ടോ. അപ്പോൾ പൗഡർ ഞാൻ അവിടെ മാത്രമേ തൊട്ട് കൊടുക്കുമല്ല, ഞാൻ അവൾക്ക് പൗഡർ ഇട്ട് കൊടുക്കാറില്ല ഫേസിലൊന്നും. ചേട്ടാ അപ്പോൾ അന്നക്കുട്ടി ഡ്രസ്സ് ചെയ്ത് റെഡിയായി കിടക്കുകയാണ് കേട്ടോ പോവാൻ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. 8:45 ആയി, ലേറ്റായി പോയി. റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഹോമിയോ കോളേജിൽ പോകണം ഐരാണിമുട്ട. അപ്പോൾ അവിടെ ഞങ്ങളുടെ അന്നക്കുട്ടീനെയും അപ്പുച്ചേട്ടനെയും ശ്രുതി ആൻറ്റിയുണ്ട്. ഡോക്ടർ ശ്രുതി ആൻറ്റിയെ കാണാൻ പോവുകയാണ്. ഞങ്ങൾ പോയപ്പോൾ അവിടെ ആർട്ട് ഫെസ്റ്റിന് സമാപനമായിരുന്നു. അപ്പം അത് വിധു പ്രതാപ് വന്നിട്ടുണ്ടായിരുന്നു. വിധു പ്രതാപിൻ്റെ ലൈവ് പെർഫോമൻസ് കാണാൻ പറ്റി കേട്ടോ. ശരിക്കും നല്ല രസമായിരുന്നു. കാച്ചാടിത്തണലും പിന്നെ ഉല്ലാസ ഗായിക അതൊക്കെ നമുക്കിങ്ങനെ ലൈവായിട്ട് കേൾക്കാൻ പറ്റുമ്പോൾ ഭയങ്കര ഫീലായിരുന്നു. പറയാതെ അറിയാതെയൊക്കെ പാടിയപ്പോൾ അയ്യോ എന്തൊരു ഫീലായിരുന്നു. സങ്കടം വന്നു, നൊസ്റ്റാൾജി അടിച്ചു. പണ്ടത്തെ സ്കൂൾ കോളേജ് കാലഘട്ടമൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഇനി എപ്പോഴും പാൽ സർബത്ത് കുടിക്കുന്ന ഒരു കടയാണ് കേട്ടോ. ഇനി അവിടുന്ന് പാൽ സർബത്ത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടുന്ന് പാൽ സർബത്തും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. 1 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോഴേക്കും അന്നക്കുട്ടി കാറിൽ നിന്ന് ഉറക്കമായി കേട്ടോ. പിന്നെ വിധു പ്രതാപിനെ കണ്ട വിശേഷമൊക്കെ അമ്മയോട് പറയുകയാണ് അപ്പൂട്ടൻ. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി. പിന്നെ അന്നക്കുട്ടിയുടെ പൂച്ച ഉറക്കമാണ്, കുറച്ച് നേരം ആൾ ഉറങ്ങാറുള്ളൂ. അപ്പോഴത്തേനും അന്നക്കുട്ടി എഴുന്നേറ്റു. പോണില്ലേ മാമി? പോണില്ലേ? ഒപ്പിട്ടു അമ്മൂഞ്ഞ വന്നു. അമ്മൂഞ്ഞ ഞങ്ങളെ
കുളിപ്പിച്ചും. അമ്മ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ കേട്ടോ കുളിപ്പിക്കുക. പിന്നെ നമ്മൾ തുളസി ഇലയിട്ട് വെള്ളം വെയിലത്ത് വെച്ച് ചൂടാക്കി അങ്ങനെയാണ് കുളിപ്പിക്കാറ്. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വെള്ളം ചൂടാക്കി അല്ലാതെ എടുക്കാറുണ്ട്. അല്ലാതെ എന്നും നാച്ചുറലായിട്ടാണ് അന്നക്കുട്ടി കുളിപ്പിക്കാൻ ഹീറ്റ് ചെയ്യുന്നത് വെള്ളം. അപ്പോൾ അന്നക്കുട്ടിയെ കുളിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഇഞ്ഞിപ്പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് ചോറ് കഴിക്കാൻ പോയി കേട്ടോ. രാവിലത്തെ കപ്പയും കൂടെ കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ. കപ്പയാണെങ്കിൽ ഞാൻ 3 നേരം കപ്പ മാത്രം വേണമെങ്കിലും തിന്നും, അത്രയ്ക്ക് എനിക്കിഷ്ടമാണ്. അപ്പോൾ ദേ ഞാൻ ചോറ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മോരുണ്ടായിരുന്നു. അപ്പോൾ മോര് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തണുത്ത മോരൊക്കെ കുടിച്ചു. പിന്നെ മുളകും കൂട്ടിയാണല്ലോ കഴിച്ചത്. വായ്ക്ക് നല്ലതായിട്ട് എരിഞ്ഞു കേട്ടോ. പിന്നെ ഒരു റോബസ്റ്റ പഴം കൂടി എടുത്ത് കഴിച്ചു. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ദേ അന്നക്കുട്ടിയെ ഇഞ്ഞിപ്പെണ്ണ് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ പിന്നെ കഴിച്ച ഉടനെ പോയി എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട്. അപ്പോൾ അത് ഫുഡിന് ശേഷം കഴിക്കാനുള്ളതാണ്. കഴിച്ചു. അപ്പോഴത്തേനും അന്നക്കുട്ടി ഉറക്കമായി. പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പുച്ചേൻ്റെ ബെഡ്ഷീറ്റൊന്നും മടക്കി വെക്കാറില്ല, മടക്കി വെച്ചാൽ അലങ്കോലാക്കാറുണ്ട്. അപ്പം മെസ്സായി കിടക്കുകയായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് അന്നക്കുട്ടി ഉണരുന്നതിന് മുമ്പ് എനിക്കും കൂടെ കുറച്ച് നേരം കിടക്കണം. കാരണം ഇന്ന് നേരത്തെ എഴുന്നേച്ചുകൊണ്ട് ഉറക്കം ഒട്ടും ശരിയായിട്ടില്ല. അപ്പോൾ ഏകദേശം എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കിടക്കാൻ പോവാണ്. ഒരു 3 മണി. ഇനി കുറച്ച് നേരം ഉറങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ദേ അന്നക്കുട്ടി ഉണർന്നില്ല, ഞാനങ്ങ് എഴുന്നേറ്റ് കേട്ടോ. ഉറക്കമൊക്കെ മാറി തെളിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ഏകദേശം 5:20 ആയി എഴുന്നേറ്റപ്പോൾ. ഞാൻ എഴുന്നേറ്റ് തൊട്ട് പുറകെ തന്നെ അന്നക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അന്നക്കുട്ടിയെ അമ്മുഞ്ഞ് ബാങ്കിൽ നിന്നിട്ട് അമ്മുഞ്ഞയുടെ കൂടെ കുറച്ച് നേരം കളിക്കുകയാണ്. അപ്പോഴത്തേനും ഞാൻ ദേ മുഖമൊക്കെ കഴുകി. എൻ്റെ വൈകുന്നേരത്തെ എൻ്റെ ഡ്യൂട്ടിയാണ് ചായ ഇടുക എന്നുള്ളത്. കാരണം ഹസ്ബൻഡിന് വൈകുന്നേരം വരുമ്പോൾ അടിച്ച് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മുദേ TV കാണാൻ കയറി. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് കിച്ചണിലേക്ക് കയറി ചായ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇതേ അമ്മ വന്നു. അമ്മ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അമ്മ തന്നെ ഓടുകയാണ്, നിൽക്കാൻ ഇഷ്ടമില്ലാണ്ട്. ഇപ്പം ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ കൈയൊക്കെ കാണിച്ച് ആണെങ്കിൽ ചാടി വരും കേട്ടോ. പിന്നെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് ചായ ഇടണം. അപ്പോൾ ചായ തിളയ്ക്കുമ്പോഴത്തേനും ഞാൻ എൻ്റെ ഫ്രണ്ട് നീലിമയോടൊന്ന് കത്തി വെക്കുകയാണ് വാട്സപ്പിൽ. ഈ കത്തി വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തോ ഇങ്ങനെ അമ്മ വന്നപ്പോൾ എന്തോ കാണിക്കുക, എന്താ കാണിച്ചത് എനിക്ക് ഓർമ്മയില്ല. തേയില ഇട്ടപ്പോഴും ചായ തിളച്ച് തൂക്കി. തേയില ഇട്ടപ്പോഴും അമ്മ കണ്ടില്ല, അമ്മ കണ്ടെങ്കിൽ എന്നെ കൊന്നേനെ. ഇത് ഞാൻ ചായയൊക്കെ അരിച്ചിട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചായ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് എല്ലാവർക്കും ചായ ഇനി കൊടുക്കണം. ഞാനിപ്പോൾ 2-3 ദിവസം കൊണ്ട് കുറച്ച് ദിവസമായുള്ളൂ കേട്ടോ ചായ കുടിക്കുന്നില്ല. വൈകുന്നേരം ചായ ഒന്ന് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഷുഗർ ഇടാതെയാണ് ചായ കുടിക്കുന്നത്. ചായ കൊണ്ട് കൊടുത്തിട്ട് ഇത് പിന്നെ ഇരട്ടി പണിയായി കേട്ടോ. തിളച്ച് തൂവി ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാണ്ടെങ്ങാൻ ഇട്ടിട്ട് പോയി അമ്മേനെ നന്നായിട്ട് വഴക്ക് പറയും. അപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഒതുക്കുകയാണ്. ഒതുക്കിയിട്ട് നേരെ ഞാൻ അന്നക്കുട്ടിയുടെ അടുത്തേക്ക് ഓടിപ്പോയി കേട്ടോ. ഞാനും അന്നക്കുട്ടിയും കൂടെ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് കളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് വീഡിയോ എടുക്കുകയാണോ ഫോട്ടോ എടുക്കണോ എന്തോ ആളിങ്ങനെ നോക്കിക്കൊണ്ടെടുക്കും. പിള്ളേരെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടെടുക്കണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫോൺ മാറ്റി വെച്ചു. അപ്പോൾ അത് ഞാൻ ചായക്ക് പകരം പാലിങ്ങനെ മ്യൂസ്ലി ഇട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇപ്പോൾ 2 ദിവസമായിട്ട്. അപ്പം ഒരു 1/4 ഗ്ലാസ് പാലെടുത്ത് കഴിഞ്ഞാൽ അത്രയും മതി. നല്ലതായിട്ട് ഫില്ലിങ് ആവുമ്പോൾ കുറേ നേരത്തേക്ക് എനിക്ക് വിശക്കുകയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എല്ലാ ദിവസവും ഇങ്ങനെയല്ല കേട്ടോ. ഓരോ ദിവസം അന്നക്കുട്ടി എഴുന്നേൽക്കുന്ന ടൈം അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എൻ്റെ ഓരോ ദിവസങ്ങളും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ളൂ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. പിന്നെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനൊരു ഈവനിങ് റൂട്ടീൻ ഇട്ട പോലെ എനിക്കിനി കുറച്ച് തുണിയൊക്കെ നനയ്ക്കാനുണ്ട്. പിന്നെ ഒന്ന് മേലെ എഴുതുക, കിടക്കുക, ഫുഡ് കഴിക്കുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ദിവസം. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസിനായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യം ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ഇറ്റ്സ് മീ ഇന്ദു സൈനിങ് ഔട്ട്. ബൈ.